ഹലോ. അപ്പോഴേ കഴിഞ്ഞ ദിവസം നമ്മൾ മീൻ കറി വെച്ചില്ല 50 പേർക്ക്. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടി കപ്പപ്പുഴുക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഉണ്ടാക്കിയതാണ്ട. അപ്പം ഞങ്ങൾ കപ്പ വാങ്ങിച്ചത് വൈപ്പിനിൽ മീൻ മേടിക്കാൻ പോയില്ലേ, അവിടെ തന്നെ കപ്പ ഉണ്ടായിരുന്നട്ടാ. ഉന്തുവണ്ടി കൊണ്ടുവന്നാണ്. അങ്ങനത്തെ കപ്പയൊക്കെ ആകുമ്പോൾ നല്ല കപ്പയാണെന്ന് തോന്നിയിട്ടാണ് വാങ്ങിച്ചത്. അപ്പം ഞാനിപ്പോൾ ഒരു 6 കിലോ കപ്പയാണ് വാങ്ങിച്ചത്. അപ്പം ഞാൻ ഈ മീൻ കറിയും സാധനങ്ങളൊക്കെ വെക്കണതിൻ്റെ ഇടയിൽ ചേട്ടായി എന്നെയാണ് കേട്ടോ കപ്പയൊക്കെ പൊളിച്ചൊക്കെ എനിക്ക് തന്നത്. അപ്പോൾ ആള് ഷർട്ട് ഇടാത്ത കാരണം എന്നോട് പറഞ്ഞു എന്നെ വീഡിയോയിലൊന്നും കാണിക്കാൻ നിൽക്കണ്ടട്ടാന്ന്. പിന്നെ ഞാൻ ഈ കപ്പ പൊളിക്കണ മാത്രം അങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇത് കപ്പയൊക്കെ നുറുക്കിയാണ് എടുത്തത് കേട്ടോ. എന്നിട്ട് കഴുകി വാരി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചേട്ടായി എന്നോട് പറഞ്ഞു എടി ആ തേങ്ങയൊക്കെ ചതച്ചിട്ടുള്ള കപ്പപ്പുഴുക്ക് ഉണ്ടാക്കടിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എന്നെ പൊന്നു മനുഷ്യ, അതിന് തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കണം, എന്നെ കൊണ്ട് പാടില്ല. അതിനെന്നല്ല നമുക്ക് എളുപ്പത്തിലൊരു കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ ഉരുളിയിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ. ഈ പണ്ടത്തെ കാരണവർ പറയണേക്ക വെള്ളം ഒഴിച്ച് കപ്പ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അത് ഊറ്റിക്കളയണം, അല്ലെങ്കിൽ അതിൽ നിന്നൊരു കട്ട് പോലത്തെ അത് കയ്പ്പ് രസം ഇറങ്ങി വരുമെന്ന്. ഞാൻ ഈ കപ്പ കണ്ടപ്പോൾ തന്നെ തോന്നി കേട്ടാ ഇതിൽ കയ്പൊന്നും ഇല്ലാത്ത കപ്പയാണ്, അതും പെട്ടെന്ന് വേഗമെന്ന്. ഞാൻ എന്ത് ചെയ്യുന്നു, അതുകൊണ്ട് ഊറ്റാനും പിടിക്കാനൊന്നും നിന്നൊന്നുമില്ല. ആദ്യം തന്നെ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇളക്കി കൂട്ടി വെച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടാ. സുരേഷ് ഗോപി പറയണ പോലെ ഇതാ പോയി ദേവെന്ന് പറഞ്ഞ പോലെ അപ്പുറത്തോ ഇപ്പുറത്തോട്ട് വന്നപ്പോൾ തന്നെ സാധനം തിളച്ചതേ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പുട്ട് പോലെ വേഗണ കപ്പ എന്നൊക്കെ പറയില്ല, അതേപോലത്തെ അവസ്ഥയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടാ. ഈ കാരണന്മാരുടെ വാക്കൊക്കെ ഇല്ലേ, ഞാൻ കേട്ടില്ല എന്നും പറഞ്ഞോണ്ടേ നിങ്ങൾ കയ്പുള്ള കപ്പയൊക്കെ മേടിച്ചിട്ട് ഇതേപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കൂല കേട്ടാ. വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം അടുത്ത വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് വേണോട്ട് ഇതേപോലെ വേവിച്ചെടുക്കാനുണ്ട്. നമ്മൾ മേടിച്ച കപ്പൊക്കെ ഒട്ടും കയ്പില്ലായിരുന്നു, അതുകൊണ്ടിട്ട് തന്നെ നല്ല പൊട്ടുപോലെ വെന്തും കിട്ടി, വെള്ളം ഊറ്റേണ്ടി വന്നില്ല. ഇതേപോലെ ഞാനൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടയും വേണം, കുറച്ചിങ്ങനെ പേസ്റ്റ് പോലെയും വേണം, എന്നാലേ കപ്പപ്പുഴുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതേപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. കഴിഞ്ഞിട്ട പരിപാടി. ഇനി ഒന്ന് താളിപ്പ് നടത്താനായിട്ട് ഒരു 5-8 പച്ചവളം നല്ല എരിവുള്ള എടുത്തിട്ടുണ്ട്. ഒരു തുടം വെളുത്തുള്ളി തൊലി കളയാണ്ട് കഴുകി വൃത്തിയാക്കിയതും കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഈ ചതച്ചെടുത്തേക്കണ പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ടു. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഞാൻ വഴറ്റാൻ പറയുമെന്ന്. ഒരിക്കലും ഇല്ല കേട്ടോ. ഈ സാധനം വഴറ്റേണ്ട ഒരാവശ്യവും ഇല്ല. ആ പച്ചയോടുകൂടി തന്നെ നമ്മുടെ കപ്പയിൽ കിടക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ കപ്പയിലോട്ട് തട്ടാം. പ്രത്യേകം ശ്രദ്ധിക്കുക, പച്ചമുളക് വെളുത്തുള്ളി വഴണ്ട് പോകരുത്. കാരണം വഴണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആ കപ്പപ്പുഴുക്കിൻ്റെ ടേസ്റ്റേ പോയത്. എവിടെ പോണ ഉരുളി അവിടെ നിൽക്ക്. ഇത് ഇളക്കി കൂട്ടാന്ന് വെച്ചിട്ട് ഒരു കണക്കിന് നടക്കല്ല. ഒരു കണക്കിനാണ് പല പല കയ്യിലിട്ടിട്ട് ഇളക്കി കൂട്ടി എടുത്തിട്ടാ. അപ്പോൾ നമ്മുടെ കപ്പപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആഹാ, കപ്പപ്പുഴുക്കും മീൻകറിയും സ്വർഗം അമ്മ സ്വർഗം. പിന്നെ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് കപ്പ മേടിക്കാൻ പോകുമ്പോൾ ഇല്ലേ, കയ്പില്ലാത്ത കപ്പ നോക്കി മേടിക്കാൻ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇല്ലേ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കും ചേച്ചി എങ്ങനെയാണ് കയ്പില്ലാത്ത കപ്പ മേടിച്ചതെന്ന്. പക്ഷേ എനിക്കറിയാൻ പാടില്ല കയ്പുള്ളതാണ് കയ്പില്ല. പിന്നെ ഞാനൊരു കഷ്ണം അവിടെ തിന്ന് നോക്കി. നമുക്കാണെങ്കിൽ കിട്ടിയത് ഊട്ടി അല്ലെങ്കിൽ ചട്ടിന്നും പറഞ്ഞാൽ മേടിച്ചുകൊണ്ട് വന്നത്. ഒരെണ്ണത്തിൽ നിന്ന് ഞാൻ കഴിച്ചു നോക്കിയല്ലോടാ, ബാക്കിയുള്ളതൊന്നും കഴിച്ചു നോക്കാൻ നമുക്ക് തരൂലല്ലോ അയാൾ. എന്തെങ്കിലും ആയിക്കോട്ടെ, നല്ല കപ്പ കിട്ടി എനിക്ക്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഉണ്ടാക്കാൻ മറക്കരുത്. അതേപോലെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു വിഭവമായിട്ട് നാളെ ഓടി എത്താൻ. താങ്ക് യു.